ഹായ് ഗായ്സ് ഞങ്ങൾ അടുത്തൊരു മേക്കപ്പിന് വേണ്ടി വന്നത് അടൂരാണ്. ഇന്നലെ രാത്രി പോന്നു, ഏകദേശം ഒരു 11:30 മണിയായപ്പോൾ പോന്നു. അത് കാരണം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം പെട്ടെന്ന് എത്തുന്നു വരുന്നത്. എന്നിട്ട് ഞങ്ങൾ ഇവിടുത്തെ ഒരു ഹോട്ടലിലാണ് താമസിക്കുന്നത്. ഹോട്ടലിൻ്റെ വീഡിയോസൊക്കെ കൊടുക്കാം. ഇതാണ് ഗൈസ് നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടൽ. ബാറൊക്കെ കണ്ടിട്ട് ഇത് ബാറാണ്. ഇവിടെ വന്ന് മിസ്സായി കിടക്കുന്ന നിങ്ങളുടെ റൂം. മരുന്നുവഴി തിരുവല്ലയിൽ നമ്മൾക്ക് ഒരു സ്റ്റോറുണ്ട്, അവിടെയും കയറി നേരെ നമ്മൾ അടൂരെത്തി. അടൂരിവിടെ ഹോട്ടലാണ്. ഇത് നമ്മുടെ ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറാണ്. പുള്ളിയുടെ വെഡ്ഡിങ് ആണ്. അപ്പോൾ ഇവിടെ മേക്കപ്പ് ഉണ്ട്. പുള്ളിയുടെ മേക്കപ്പും സ്റ്റൈലിങ്ങും SK ആണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ 5 മണിക്കായിരുന്നു ഫസ്റ്റ് ഇത്. അതിൻ്റെ വീഡിയോ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ കുറച്ച് തിരക്കൊക്കെ ആയ കാരണം വീഡിയോസ് ഞാൻ എടുത്തു വെച്ചേ ഉള്ളൂ. ബാക്കി ഇപ്പോഴാണ് ആ ഒരു ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത്. വീഡിയോ ഇപ്പം ഈ ഒരു ഇൻട്രോ പറയുന്നത്. അപ്പോൾ സെക്കൻഡ് ലുക്ക് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അത് ഈവനിങ് ആണ്. നിങ്ങൾ ആ ഫസ്റ്റ് ഇതിന്റെ മേക്കപ്പ് ഒന്ന് കണ്ടിട്ട് പോവാ. മേക്കപ്പ് ആൻഡ് സ്റ്റൈലിംഗ് കണ്ടിട്ട് പോവാ. നിങ്ങളെല്ലാവരും കണ്ടു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഓക്കെ, കല്യാണം കണ്ടു, ഫുഡ് കഴിച്ചു. നല്ല അടിപൊളി സദ്യയായിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞ പോലെ സെക്കൻഡ് ലുക്കിന് വേണ്ടിയുള്ള മേക്കപ്പിന് വേണ്ടി സ്റ്റൈലിങ്ങിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യണു. അപ്പം നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. അതാണ് ഈ കണ്ണും മോറൊക്കെ ഇങ്ങനെ വീർത്തിരിക്കണേ. ഉറങ്ങുന്നുണ്ട്, പക്ഷെ വളരെ കുറച്ചായിട്ടാണ് ഉറങ്ങുന്നത്. അപ്പം അതിൻ്റെ ഒരു ക്ഷീണം ഇപ്പോഴാ ക്ഷീണം അങ്ങോട്ട് വിട്ടു മാറിയിട്ടില്ല. അപ്പം അത് കാരണം ഇങ്ങനെ കണ്ണും മോറൊക്കെ ഭയങ്കര വീർത്തിരിക്കണേണ്. പിന്നെ കുറച്ചേരം കൂടി ഒന്ന് ഉറങ്ങണം എന്നുണ്ട്. ചിലപ്പോൾ ഉറങ്ങും, ചിലപ്പോൾ ഉറങ്ങില്ല. അപ്പോൾ ഇനി നമുക്ക് വൈകിട്ടുള്ള സ്റ്റൈലിങ്ങും പരിപാടിയൊക്കെ നമുക്ക് കാണാം. ഓക്കെ, SK ഉണ്ടായിരുന്നു ഇത്ര നേരം. SK ഇപ്പോൾ പുറത്തേക്കൊന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ നമുക്കൊന്ന് ഇൻട്രോ എടുത്ത് വെച്ചേക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ബൈ. ഇന്നലെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. സണ്ണി രാഹുൽ ബാക്കി രാഹുലല്ലേ രാഹുൽ ബ്രോ അരുൺ സണ്ണി ടീമുകൾ ഇവിടെ എവിടെയെങ്കിലും കാണും.
കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കറിയാം നമ്മളെങ്ങനെയാണെന്നുള്ളത്. മിക്കവാറും ഞാനായിരിക്കും വഴി പിടിച്ചിരിക്കുന്നത്. പിന്നെ ചില ദിവസങ്ങളിൽ മോട്ടിവേറ്റ് ആയിട്ട് ഇറങ്ങി പോകുന്നുള്ളതേ ഉള്ളൂ. ശരിക്കും നമ്മൾ ഈ ഗെയിം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ പാർട്ട് ഫോളോ ചെയ്യണമെങ്കിൽ എല്ലാ ദിവസവും എന്തെങ്കിലും നീ പുതിയതായിട്ട് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു ഇൻസ്പിറേഷൻ ആണ്. ഈവൻ ഞാനാണെങ്കിലും എനിക്കത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്, ആളെ കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട്. പിന്നെ ആളാണെങ്കിലും എന്തെങ്കിലും ഒരു ദിവസം ഇതിനെ കുറിച്ച് പറയാനുള്ളത് വളരെ പവർഫുൾ ആണ്. സൂര്യനെ എന്തിനാണ് നീ വിളിച്ചത്? ആക്ച്വലി വെറുതെ അല്ല, എന്തോ ഒരു ആവശ്യത്തിന് വിളിച്ച റാൻഡോടി വന്നപ്പോൾ ഷോപ്പിലോട്ട് എല്ലാം പറഞ്ഞു വന്നാ നീ കയറുന്ന പറഞ്ഞടിച്ച് തന്നിട്ട സാധനം. ഇത് മാത്രമല്ല, ഞാൻ കല്യാണത്തിലിട്ട് കുറെ പേര് പറഞ്ഞത് പിന്നിട്ടുണ്ടോന്നപ്പോഴും കുറെ പേര് പറഞ്ഞായിരുന്നു. ഇതാണ് ഇത് ചെയ്ത ആള് സൂരജ്, കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ളതാണ്. സൂരജ് ബൈ SK. സൂരജ് 2 വാക്ക് നന്ദി. താങ്ക് യു. ഞാൻ സുനിലിനെ എനിക്ക് ഈ ഒരു കോളേജിൽ കുറച്ച് നാളായിട്ട് കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം സുനിൽ ടീഷർട്ടും സുനിലിന്റെ നാക്ക് വെച്ച് ജീവിക്കുന്ന ഒരാളാണ്. അങ്ങനെ സുനിലിന്റെ ഡ്രസ്സും കഴിഞ്ഞാൽ സുനിലെ നമുക്കൊന്ന് നെക്സ്റ്റ് ലെവലിൽ പിടിക്കാം. അപ്പൊ ഇത് കല്യാണത്തിന് തന്നെ പിടിക്കാൻ പറ്റിയത് എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. നന്നായി കിലോമീറ്റർ. അങ്ങനെ ഗൈസ്, പരിപാടി എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ച് ബാക്ക് ടു ഹോം. 3.5 മണിക്കൂറാണ് കാണിക്കുന്നത് അല്ലേ? 3.5 മണിക്കൂർ കാണിക്കുന്നത്. സ്കിൽ ഡ്രൈവിംഗ് എത്രത്തോളം നമുക്ക് കാണാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകണേണ്. മേക്കപ്പൊക്കെ എങ്ങനെ ഉണ്ടായി? സ്റ്റൈലിങ് പരിപാടിയൊക്കെ സൂപ്പറായിരുന്നില്ല? SKനെ കുറിച്ച് അടിപൊളി ഇതൊക്കെ പറയണ്ട, അതൊക്കെ നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും വീഡിയോയിൽ. അപ്പോൾ എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത മേക്കപ്പും സ്റ്റൈലിംഗ് ആയിട്ട് വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.